ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് ഇനി ഈ ഒരു പർട്ടിക്കുലർ സെക്ടർ ഇല്ലാതെ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറിൻ്റെ അനാലിസിസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആ സെക്ടറാണ് പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സുകൾ, അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ബിസിനസ്സുകൾ. ഈ പർട്ടിക്കുലർ സെക്ടറിനെ എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് അനലൈസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ സെക്ടറിൻ്റെ അകത്ത് കമ്പനീസ് ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതും, എങ്ങനെയാണ് നമുക്കിവിടെ മൾട്ടി ബാഗർ റിട്ടേൺസ് വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു സെഷൻ വഴിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൂടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ലിസ്റ്റിംഗ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ന്യൂ ഏജ് ടെക് കമ്പനീസാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൊമാറ്റോ, നൈക്ക, പോളിസി ബസാർ, IRCTC ഇതുപോലെയുള്ള കമ്പനീസൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈ കമ്പനീസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം തന്നെ ഇൻ്റർനെറ്റ് ബേസ്ഡ് ബിസിനസ്സുകളാണ്, അതല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സുകളാണ്. ആൻഡ് ഈ ബിസിനസ്സുകളൊക്കെ നമ്മൾ മൊത്തത്തിൽ നോക്കാൻ നേരത്തെ ഇവരെല്ലാവരും വളരെ ഹൈ വാല്യുവേഷൻസിനകത്താണ് വരുന്നത്. അപ്പോൾ ഇത്ര കണ്ട് ഹൈ വാല്യുവേഷൻ, അത് മാത്രമല്ല അത്ര കണ്ട് നല്ല ഫണ്ടമെൻറ്റ്സ് അല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും ഈ കമ്പനീസിലെല്ലാം തന്നെ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. അവരെല്ലാം തന്നെ നല്ല രീതിയിലുള്ള എക്സ്പോഷേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു പ്രസൻറ്റേഷൻ തീരുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നാസ്ഡാക്ക് നമുക്കറിയാം, ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ടെക് കമ്പനീസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റാണ് നാസ്ഡാക്ക് എന്ന് പറയുന്നത്. ആ നാസ്ഡാക്ക് ആണ് ഇപ്പം നമ്മുടെ വേൾഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 1/4 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, വേൾഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 1/4 നാസ്ഡാക്ക് എന്ന് പറയുന്ന ഒറ്റ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ആ നാസ്ഡാക്കിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മറ്റ് ടെക് കമ്പനീസ്, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് ടെക് കമ്പനീസ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വേൾഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 40% ഈ പറഞ്ഞിട്ടുള്ള ടെക് കമ്പനീസോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ബിസിനസ് ആണ് ഇപ്പം കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അത് 40% ഒരൊറ്റ ഇൻഡസ്ട്രി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കലി ചെക്ക് ചെയ്യാൻ നേരത്ത് ഇതിന് മുമ്പ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് മാത്രമാണ് ഇത്രണ്ട് ഹൈ എക്സ്പോഷറിലോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ആ സമയത്തും അവർ പോലും ഓൾമോസ്റ്റ് 1/3 മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ, വേൾഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 1/3 മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 30 to 33% ആ ഒരു റേഞ്ചിൽ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇത് ഓൾറെഡി 40% വേൾഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 40% ഓൾറെഡി ടെക് കമ്പനീസ് ആയിക്കഴിഞ്ഞു. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ S&P 500 എന്ന് പറയുന്ന ഇൻഡെക്സിൻ്റെ അകത്തുള്ള കമ്പനീസിൻ്റെ അകത്ത് എത്ര കമ്പനീസ് ടെക് കമ്പനീസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ബിസിനസ്സാണ്, അതിൻ്റെ അവർ സെയിൽസിൽ എത്ര പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ നടത്തുന്നു എന്നുള്ളൊരു ഡേറ്റയാണ്. ഇതിൽ നമ്മൾ നോക്കാൻ നേരത്തെ 2015 അകത്ത് 2% കമ്പനീസാണ് ടെക് കമ്പനീസ് ആയിട്ടുണ്ടായിരുന്നത് S&P 500 അകത്ത്. ആൻഡ് ഇപ്പോൾ ആ 2015 അകത്ത് അവർ ഓൾമോസ്റ്റ് 7% സെയിൽസിൻ്റെ കോൺട്രിബ്യൂഷൻ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. 2020 ആയപ്പോഴത്തേക്ക് അത് 4% കമ്പനീസിൻ്റെ എണ്ണം, ആൻഡ് സെയിൽസിൻ്റെ കോൺട്രിബ്യൂഷൻ 13% ആയി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 6% ആൻഡ് 20% സെയിൽസ് കോൺട്രിബ്യൂഷൻ. ആൻഡ് 2040 ആകുമ്പോഴത്തേക്കും 14% കമ്പനീസ് ടെക് കമ്പനീസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ബിസിനസ്സുകളായിരിക്കും. ആ സമയത്ത് സെയിൽസിൻ്റെ കോൺട്രിബ്യൂഷൻ ടോട്ടൽ S&P 500 അകത്തുള്ള സെയിൽസിൻ്റെ കോൺട്രിബ്യൂഷനിൽ 50% ഇൻ്റർനെറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സുകളായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെ ടൈപ്പ് കമ്പനീസാണ് നമ്മൾ നോർമലി മാർക്കറ്റിൻ്റെ അകത്ത് കാണുന്നത്? എന്താണ് ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് ബിസിനസ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൻ്റെ അകത്ത് നോർമലി നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ 4 ടൈപ്പ് കമ്പനീസാണ്. 1 പ്രോഡക്റ്റ് കമ്പനീസ്, 2 സർവീസ് പ്രൊവൈഡേഴ്സ്, 3 സോഫ്റ്റ്വെയർ കമ്പനീസ്, 4ാമതായിട്ട് വരുന്നതാണ് പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ആക്ച്വലി എന്തിനാണ് ഇവിടെ പഠിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് കമ്പനീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 1 പ്രോഡക്റ്റ് 1 കസ്റ്റമർ അല്ലെങ്കിൽ 1 കൺസ്യൂമർ, അങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് പ്രവർത്തിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാരുതി സുസുക്കി, അവർ ഒരു കാർ ഉണ്ടാക്കുന്നു, ആ ഒരു കാർ ഒരാൾക്ക് വിൽക്കുന്നു. അയാൾക്ക് അടുത്ത ആളിലോട്ട് ഒരു കച്ചവടം നടത്തണമെങ്കിൽ അയാൾ ഇനി ഒരു കാർ കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ആ രീതിയിൽ ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോഴും അതിന് ഓരോ കസ്റ്റമർ ഉണ്ടായിരിക്കുക. ആ രീതിയിലുള്ള ആ ഒരു ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന കമ്പനീസിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്ന എല്ലാ കമ്പനീസ് ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോപ്പ്, ചീപ്പ്, ഉപ്പ്, കർപ്പൂരം തൊട്ട് എല്ലാ സാധനങ്ങളും ഇതേ കണക്കുള്ള പ്രോഡക്റ്റ് കമ്പനീസാണ്. ഇതൊന്നും തന്നെ പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സിൽ വരുന്നതല്ല. ഓക്കെ,
നെക്സ്റ്റ് വരുന്നതാണ് സർവീസ് പ്രൊവൈഡേഴ്സ്. സർവീസ് പ്രൊവൈഡേഴ്സ് ആക്ച്വലി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൺ ഹയർ വൺ സെല്ല് എന്നുള്ള ഒരു പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്നു, ആ എംപ്ലോയിനെ കൊണ്ട് ഒരു സെയിൽസ് നടത്തുന്നു, ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് കൊടുക്കുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവരൊരു സെക്യൂരിറ്റി ഗാർഡിനെ അവരുടെ ഒരു കസ്റ്റമറിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഒരു എംപ്ലോയി അവിടെ ഇതാകുമ്പോഴത്തേക്ക് എൻഗേജ് ആകുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു സെയിൽസ് കംപ്ലീറ്റ് ആവുന്ന ടൈപ്പ് ബിസിനസ്സുകളാണ് നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് സോഫ്റ്റ്വെയർ കമ്പനീസ്. സോഫ്റ്റ്വെയർ കമ്പനീസിൻ്റെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ മേക്ക് വൺ സെൽ മെനി എന്നുള്ളതാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, അതിനെ പല ആൾക്കാർക്ക് വയ്ക്കുക. നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന ഇൻ്റലക്ട് ഡിസൈൻ അറീന, അതല്ലെങ്കിൽ ടാറ്റ ലക്സി, ഇതുപോലെയുള്ള കമ്പനീസ് എങ്ങനെയാണ് അവർ സോഫ്റ്റ്വെയർ ആണ് മേക്ക് ചെയ്യുന്നത്. ആൻഡ് ആ സോഫ്റ്റ്വെയറിന് അവർ പല കമ്പനീസിന് വിൽക്കും. ഇപ്പോൾ ഇൻ്റലക്ട് ഡിസൈൻ അറിയുന്നതെന്ന് പറയുന്ന കമ്പനീസ് ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിൾ സോഫ്റ്റ്വെയർ പറയുകയാണെങ്കിൽ അവർ ബില്ലിംഗ് സോഫ്റ്റ്വെയർ, അതായത് നമ്മൾ പല സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളിലും ഒക്കെ പോകാൻ നേരത്ത് അവിടെ സാധനങ്ങളുടെ സ്കാൻ ചെയ്ത് ബില്ലടിക്കുന്ന ടൈപ്പ് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അതുണ്ടാക്കുന്നത് ഇൻ്റലക്ട് ഡിസൈൻ അറിയുന്നതാണ്. ആൻഡ് ഈ സെയിം സോഫ്റ്റ്വെയർ അവർക്ക് ഡിമാർട്ടിനും കൊടുക്കാൻ പറ്റും, അത് വിശാൽ മാർട്ടിനും കൊടുക്കാൻ പറ്റും, ഫീനിക്സ് മാളിനും കൊടുക്കാൻ പറ്റും, നമ്മുടെ ലുലു മാളിനും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പല ടൈപ്പ് സ്ഥലങ്ങളിൽ അവർക്ക് അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ വഴിയിട്ട് അവർക്ക് പല സെയിൽസുകൾ നടത്താൻ പറ്റും. അതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പനീസ് ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സുകൾ എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലാണ്. അതെന്ന് പറഞ്ഞാൽ മേക്ക് മെനി സെൽ മെനി. അതായത് ഒരുപാട് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുക, ആ പ്രോഡക്ട്സിൻ്റെ ഒരു കൂട്ടം ഉണ്ടാക്കുക, ആ പ്രോഡക്ട്സിൻ്റെ കൂട്ടത്തിൻ്റെ തന്നെ മൊത്തത്തിൽ എന്താ പറയുക മറ്റൊരു കൂട്ടം ആൾക്കാരിലേക്ക് സെല്ല് ചെയ്ത് വിടുക. ഇതാണ് പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സുകൾ. ഇതെങ്ങനെയാണ് ആക്ച്വലി പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന്, എന്തൊക്കെ ടൈപ്പ് ബിസിനസ്സുകളാണ് ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ചർച്ച ചെയ്യാം. ഓക്കെ. ഇനി എങ്ങനെയാണ് ആക്ച്വലി ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ് എമേർജ് ചെയ്ത് വരുന്നത് നമ്മൾ നോക്കണം. ഓക്കെ. ഫസ്റ്റ് ഒരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫ്ലൈൻ പ്ലേയേഴ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫ്ലൈൻ പ്ലേയേഴ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരിക്കണം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സെഷൻ, ഈ ഒരു പർട്ടിക്കുലർ സ്ലൈഡിൻ്റെ തന്നെ അവസാനം ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എനിവേ ഇതിൻ്റെ ആദ്യമായിട്ടൊരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ് എമേർജ് ചെയ്ത് വരണമെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ വേണം. ഒന്നെന്ന് പറയുന്നത് ഇൻഎഫിഷ്യൻ്റ് പ്ലേയേഴ്സ്, ഓഫ്ലൈൻ ആയിട്ടുള്ള ഇൻഎഫിഷ്യൻ്റ് പ്ലേയേഴ്സ് ഉണ്ടായിരിക്കണം. രണ്ടെന്ന് പറയുന്നത് ഹൈ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് 3 എന്ന് പറയുന്നത് അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ നമുക്ക് ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ നാട്ടിലുള്ള കല്യാണ ബ്രോക്കേഴ്സിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് കല്യാണ ബ്രോക്കേഴ്സ് ഉണ്ട്. ഇവരിൽ പല ആൾക്കാരും ഇൻഎഫിഷ്യൻ്റ് ഉണ്ട്. അതായത് കല്യാണം ആലോചിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊക്കെ ഡിമാൻഡ് വയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ഉള്ള ഒരു പാർട്ട്ണർ ആവശ്യപ്പെടുന്നുണ്ട്, ഇതേ കണക്കുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഈ കല്യാണ ബ്രോക്കേഴ്സിന് എപ്പോഴും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അവരൊരു ഇൻഎഫിഷ്യൻ്റ് പ്ലെയർ ആണ്, അവരൊരു ഓഫ്ലൈൻ പ്ലെയർ ആണ്, ഇൻഎഫിഷ്യൻ്റ് പ്ലെയർ ആണ്. ഇൻഎഫിഷ്യൻസിയുടെ മറ്റൊരു തലം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ആ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ പരിചയം കാണത്തുള്ളൂ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള ബന്ധങ്ങൾ മാത്രമേ അവർക്ക് കൊണ്ടുവരാനും പറ്റത്തുള്ളൂ. പക്ഷേ ഒരുപാട് ദൂരെ നിന്നുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവർക്കൊരു ലെവലുണ്ടായിരിക്കും, ആ ലെവലിന് മേളിലോട്ട് പോയിട്ട് ബന്ധങ്ങൾ ആലോചിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ അതൊരു ഹൈലി ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫ്ലൈൻ പ്ലേയേഴ്സ് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. മാത്രമല്ല അവിടെ അടുത്ത് ഹൈ ഫ്രാഗ്മെൻറ്റേഷൻ വേണം. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ലോക്കലി തന്നെ ഒരുപാട് ഇതുപോലെയുള്ള ബ്രോക്കറുകൾ കാണും. ഓരോ കുടുംബത്തിന് പോലും ചിലപ്പോൾ ബ്രോക്കറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഹൈലി ഫ്രാഗ്മെൻറ്റഡ് ആണ്. അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു മാനേജ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഹൈലി ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരിക്കണം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ് ഇവിടെ ഉണ്ടായിരിക്കണം, അൺലിമിറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഉണ്ടായിരിക്കണം. അൺലിമിറ്റഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡി ആയിരിക്കും. എപ്പോഴും എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് പുരുഷന്മാരും സ്ത്രീകളും കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഹൈലി എന്താ പറയുക അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനകത്തുണ്ട്. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയാസ് ഫോളോ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ 3 ക്രൈറ്റീരിയാസ് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി ഒരു എൻ്റർപ്രണറിന് അവിടെ ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് അവിടെ ആക്ച്വലി ഉള്ള ഇത്രയും ഈ 3 കാര്യങ്ങൾ മതിയാവും ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ് എമർജ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സുകൾ എന്തുകൊണ്ടാണ് അവരൊരിക്കലും ഫെയിൽ ആവത്തില്ല? അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ബിൽഡ് ടു ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് അകത്തുള്ള കമ്പനീസാണ്. ആ കമ്പനീസിൻ്റെ ബിസിനസ് മോഡൽ ഫെയിൽ ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ 3 കാര്യങ്ങളും നമ്മൾ നോക്കണം. നെറ്റ്വർക്ക് എഫക്റ്റ്, ക്രിട്ടിക്കൽ മാസ് ആൻഡ് വിന്നർ ടേക്സ് ഓൾ. ഈ 3 എന്താ പറയുക സിനാരിയോസ് ആണ് ഇവിടെ പ്ലേ ഓഫ് ആവാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നെറ്റ്വർക്ക് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 4 ടൈപ്പ് നെറ്റ്വർക്ക് എഫക്റ്റുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ
ഇൻഫർമേഷൻ നെറ്റ്വർക്ക്, 2 മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന നെറ്റ്വർക്ക്, ആൻഡ് മൂന്നാമത്തത് ഇൻട്രാക്ഷൻ നെറ്റ്വർക്ക്, ആൻഡ് നാലാമത്തത് പ്ലാറ്റ്ഫോം നെറ്റ്വർക്ക്. ഓക്കെ, നമുക്ക് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഗൂഗിൾ, അതല്ലെങ്കിൽ ട്രൂ കോളർ, ഇതുപോലെയുള്ള കാര്യങ്ങൾ നോക്കാം. അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ട്രൂ കോളർ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നമ്മൾ നോക്കാം, നമ്മൾ ആരുടെ നമ്പർ സെർച്ച് ചെയ്താലും നമുക്ക് അവിടെ പേര് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ഇൻഫർമേഷനാണ് ആ ഒരു പർട്ടിക്കുലർ കാര്യം പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഇൻഫർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത്തെ ഒരു ടൈപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്ലേസസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആമസോൺ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇത് മാർക്കറ്റ് പ്ലേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവിടെ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ഷോപ്സിൻ്റെ കാര്യങ്ങളൊക്കെ ലിസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സുകൾ അവിടെ ലിസ്റ്റഡ് ആയിരിക്കും. പല ആൾക്കാരും അവരുടെ ഓഫ്ലൈൻ സാധനങ്ങൾ, പ്രോഡക്ട്സുകൾ വിൽക്കുന്നത് ഇതുപോലെയുള്ള മാർക്കറ്റ് പ്ലേസസ് വഴിയായിട്ടാണ്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് എഫക്റ്റ് അവിടെ വർക്ക് ആവണം. അപ്പം ഒന്നി ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം, അവിടെ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന സ്ഥലമായിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗൂഗിളോ, അതല്ലെങ്കിൽ ട്രിപ്പ് അഡ്വൈസർ, അതല്ലെങ്കിൽ ഇപ്പോൾ ട്രൂ കോളർ, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അവിടെ ഒരു മാർക്കറ്റ് പ്ലേസിന് വേണ്ടിയിട്ട്, അവിടെ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന പല പ്ലാറ്റ്ഫോംസുകളും ഉണ്ടായിരിക്കും. അതിൻ്റെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ നെറ്റ്വർക്ക്സ്. ഇൻട്രാക്ഷൻ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്തൊക്കെയാണ് വേണ്ടത്, അവിടെ ആക്ച്വലി വേണ്ടതെന്ന് അവിടെ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, വാട്സപ്പ്, അതല്ലെങ്കിൽ നമ്മുടെ ടിൻഡർ, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ആക്ച്വലി ആൾക്കാർ വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത് ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്ക് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്ക് അവർ ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം അവർ യൂസ് ചെയ്യുന്നത്. അവിടെ ആ ഒരു ടൈപ്പ് നെറ്റ്വർക്ക് എഫക്റ്റ് ആണ് വരുന്നത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആൻഡ്രോയിഡ് ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് പ്രോഡക്റ്റുകൾ ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ലിസ്റ്റഡ് ആണ്. ആൻഡ് നമ്മൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്ക് ആ പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ്രോയിഡ് ഒരു പ്ലാറ്റ്ഫോമാണ്. അതല്ലെങ്കിൽ iOS, നമ്മുടെ ആപ്പിളിൻ്റെ ആ ഒരു എക്കോസിസ്റ്റം, അതൊരു പ്ലാറ്റ്ഫോമാണ്. അവരുടെ ആ ഒരു സോഫ്റ്റ്വെയർ, iOS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അതൊരു പ്ലാറ്റ്ഫോമാണ്. ഈ രീതിയിലുള്ള 4 നെറ്റ്വർക്ക് എഫക്റ്റുകളുണ്ട്. ആൻഡ് ഈ 4 നെറ്റ്വർക്ക് എഫക്റ്റുകളിൽ ഏതെങ്കിലും ഒന്നിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുക ഇത് യൂസ് ചെയ്യുന്നത്, ഈ പർട്ടിക്കുലർ കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാൻ ഒന്നുകൂടെ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ കമ്പനീസ് ബിൽഡ് ടു ലാസ്റ്റ് ആണ്, ഇതൊരിക്കലും ഫെയിൽ ആവത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് എഫക്റ്റ്, ക്രിട്ടിക്കൽ മാസ്, ഈ 2 കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. അതിൻ്റെ നെറ്റ്വർക്ക് എഫക്റ്റ് എന്താണെന്ന് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഒന്നേ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ അവിടെ വരുന്നത്, അതല്ലെങ്കിൽ അവിടെ ഇൻട്രാക്ഷന് വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ വരുന്നത്, അതല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്ലേസ്, സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ വരുന്നത്, അതല്ലെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവിടെ ആ പ്ലാറ്റ്ഫോം കുറച്ച് നല്ല സർവീസസ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ആൾക്കാർ അവിടെ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്ന എഫക്റ്റാണ്. ക്രിട്ടിക്കൽ മാസ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം ആദ്യകാലത്ത് യൂസ് ചെയ്യുകയാണ്. ആദ്യകാലത്ത് നിങ്ങൾ മാത്രമേ ഫേസ്ബുക്കിലുള്ളൂ, നിങ്ങളുടെ ചുറ്റുമുള്ള ആരും ഫേസ്ബുക്കിലില്ല. അപ്പോൾ നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് കയറി ഇരുന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഇൻട്രാക്ഷൻ നടക്കുമോ? നിങ്ങൾക്ക് അവിടെ ഒരു ഇൻട്രാക്ഷൻ നടക്കത്തില്ല, നിങ്ങൾക്ക് ബോറടിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ആമസോൺ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് നിങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കയറി, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാൻ കയറി, പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പ്രോഡക്ട്സും തന്നെ ഇല്ല, അതിൻ്റെ അകത്ത് ആൾക്കാർ കൂടുതൽ പ്രോഡക്ട്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ എന്ത് പറ്റും, അവിടെ ആ ഒരു ക്രിട്ടിക്കൽ മാസ് ഇല്ല. അവിടെ ഒരു ക്രിട്ടിക്കൽ മാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ നെറ്റ്വർക്ക് എഫക്റ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആമസോണിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എന്തുകൊണ്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? കാരണം ആമസോണിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് സെർച്ച് ചെയ്യുന്നത്. ആ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെ സെർച്ച് ചെയ്യുന്നു അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവരുടെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യും, സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്യും. അങ്ങനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് പറ്റും, അവിടെ എഗെയിൻ കൂടുതൽ ആൾക്കാർ വന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നെറ്റ്വർക്ക് എഫക്റ്റും അതേ കണക്കിന് ക്രിട്ടിക്കൽ മാസും, ഇത് 2 കാര്യങ്ങളും കൂടെ ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് കയറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇത് കോമ്പൗണ്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ ബിസിനസ് എന്ത് ചെയ്യും, അത് തഴച്ച് വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുക്ക് മൈ ഷോ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നു, കൂടുതൽ തിയേറ്റേഴ്സ് അവരുടെ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴിയിട്ട് വിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ബുക്ക് മൈ ഷോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എഗെയിൻ കൂടുതൽ തിയേറ്റേഴ്സ് അവരുടെ ഷോസ് ബുക്ക് മൈ ഷോ വഴിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് എഫക്റ്റ് ഒരു കാലത്തും ഈ ബിസിനസ് ഫെയിലായി പോകത്തില്ല. കാരണം കൂടുതൽ ആൾക്കാർ എഗെയിൻ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂടുതൽ സപ്ലൈയും അതിൻ്റെ അകത്ത് എഗെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ കാര്യമാണ് ഈ ബിസിനസ്സുകൾ ഒരിക്കലും ഫെയിൽ ആവത്തില്ല. ഇവർ അൺലിമിറ്റഡ് ആയിട്ട് ഇതേ കണക്കിന് ഗ്രോ ചെയ്ത് പോകുമെന്ന് പറയുന്നതിൻ്റെ മെയിൻ പോയിന്റ് ഇതാണ്. ഇതുകൊണ്ടാണ് ഈ കമ്പനീസ് എല്ലാം തന്നെ ആദ്യത്തെ കുറേ വർഷങ്ങളിലേക്ക് ഇവരെന്ത് ചെയ്യും, ഇവർ പ്രോഫിറ്റബിലിറ്റിയെ നോക്കത്തില്ല. ഇവർ ഈ നെറ്റ്വർക്ക് എഫക്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ക്രിട്ടിക്കൽ മാസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കമ്പനീസ് എല്ലാം തന്നെ വളരെ ബാഡ് ഫണ്ടമെൻ്റൽസിൽ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്ന കമ്പനീസ് ആയിട്ട് വരുന്നതിൻ്റെ കാരണം ഇതാണ്. ഇപ്പം നമുക്കറിയാം
സൊമാറ്റോ പോലുള്ള കമ്പനീസ് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഇവരെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇവരെന്ന് പറഞ്ഞാൽ ഫുള്ള് പരസ്യം മാത്രം കൊടുത്തുകൊണ്ടിരുന്നത്, ഏറ്റവും കൂടുതൽ പരസ്യം, എങ്ങനെയെങ്കിലും പരസ്യം മാത്രം കൊടുക്കുക, അല്ലാതെ കടം മേടിച്ച് വരെ പരസ്യം കൊടുക്കുക, അല്ലാതെ ഒരു രൂപ പോലും പ്രോഫിറ്റബിലിറ്റിയിൽ ഇവർ ഫോക്കസ് ചെയ്യത്തില്ല. കാരണം കൂടുതൽ പരസ്യം കൊടുക്കുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ ഈ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിലോട്ട് വരും. അപ്പോൾ അവിടെ ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്ന കാര്യം ബിൽഡ് ചെയ്യും. ക്രിട്ടിക്കൽ മാസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? കൂടുതൽ ഹോട്ടലുകൾ അവരുടെ പ്രോഡക്ട്സ് ഈ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തോട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എഗെയിൻ അത് കണ്ടിട്ട് കുറേ കൂടെ ആൾക്കാർ വരും. അങ്ങനെ ഈ ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ഒരു പ്ലെയർ ആയിട്ട് മാറും. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ വിന്നർ ടേക്സ് ഓൾ ആണ്. അതായത് ഇതിൻ്റെ അകത്ത് 1-2 പ്ലേയേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, ആൻഡ് ആ പ്ലേയേഴ്സ് മെജോറിറ്റി മാർക്കറ്റ് ഷെയർ എടുക്കും. അല്ലാതെ ഇതിൻ്റെ അകത്തൊരു തേർഡ് ബിഗ്ഗസ്റ്റ് പ്ലെയർ എന്നോ ആക്ച്വലി സെക്കൻഡ് ബിഗ്ഗസ്റ്റ് പ്ലെയർ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോഴും 1-2 പ്ലേയേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ, മെജോറിറ്റി മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുന്നത് 1-2 പ്ലേയേഴ്സ് മാത്രമായിരിക്കും. അതായത് ഒരു സ്റ്റഡി പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 8-9 വർഷം ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഈ ഒരു പ്ലാറ്റ്ഫോം ബിസിനസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനി ഇതേ കണക്ക് ഏതെങ്കിലും ഒരു സെഗ്മെൻ്റ് അകത്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 8-9 വർഷം സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവർ പിന്നീട് ആ ഒരു 8-9 വർഷത്തെ സസ്റ്റെയിനിന് ശേഷം അവർ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് അവരുടെ മാർക്കറ്റ് ഷെയർ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു, അവർ പിന്നെ പതുക്കെ പ്രോഫിറ്റബിലിറ്റിയിലോട്ട് വന്ന് കഴിയുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് ആർക്കും തന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഇവർ തന്നെ ആ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ അകത്തുള്ള ലീഡറായിട്ട് എമേർജ് ചെയ്ത് വരുമെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആദ്യം സൊമാറ്റോ, സ്വിഗ്ഗിക്ക് പോലെ തന്നെ പല കമ്പനീസും ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഫുഡ് ഡെലിവറി നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ ഊബർ ഈറ്റ്സ് പോലെയുള്ള കമ്പനീസൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്യുകയാണ്? അവർ പതുക്കെ മറ്റ് കമ്പനീസുമായിട്ട് പതുക്കെ മെർജ് ചെയ്ത് പോവുകയാണ്, അല്ലെങ്കിൽ മറ്റ് കമ്പനീസ് അവരെ ടേക്ക് ഓവർ ചെയ്യും. വിന്നർ അതിനെല്ലാം ടേക്ക് ഓവർ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് 1-2 പ്ലേയേഴ്സ് മാത്രമായിട്ട് ചുരുങ്ങി. ഇനിയും നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ 1-2 പ്ലേയേഴ്സിൻ്റെ അകത്ത് തന്നെ പതുക്കെ ഇനിയും മാർക്കറ്റ് ഷെയർ ഏതെങ്കിലും ഒരു പ്ലെയർ ലൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒറ്റ പ്ലെയർ ആയിട്ട് ഇതൊരു സിംഗിൾ പ്ലെയർ ഇൻഡസ്ട്രി ആയിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് കാലഘട്ടത്തിൽ ഇവർക്ക് വളരെ വലിയ ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ഓക്കെ, ആദ്യത്തെ കുറച്ച് കാലഘട്ടത്തിൽ വളരെ വലിയ ക്യാപിറ്റൽ ആവശ്യമുണ്ട്. കാരണം അത്ര കണ്ട് മാർക്കറ്റിംഗ് ചെയ്യണം, അത്ര കണ്ട് ഇവരുടെ പ്രോഡക്ട്സും ഇവരുടെ ആ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം, ഒരുപാട് കംപ്ലൈൻറ്റുകളൊന്നും തന്നെ വരാൻ പാടില്ല. പക്ഷേ ഒരു ക്രിട്ടിക്കൽ മാസ് ബിൽഡ് ചെയ്തതിന് ശേഷം ആ നെറ്റ്വർക്ക് എഫക്റ്റ് കൃത്യമായിട്ട് പ്ലേ ഓഫ് ചെയ്ത് കഴിയുകയാണെങ്കിൽ പിന്നെ ആർക്കും തന്നെ ഈ ബിസിനസ്സിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ അകത്ത് തുടക്ക കാലഘട്ടങ്ങളിൽ ഈ യൂട്യൂബിൻ്റെ ഫൗണ്ടേഴ്സ് തന്നെ മാക്സിമം വീഡിയോസ് അവർ തന്നെ ഒരു ദിവസം 5-6 വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ അതൊന്ന് കാണത്തുള്ളൂ. ആൾക്കാർ കണ്ടാലല്ലേ എഗെയിൻ പുതിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അതിൻ്റെ അകത്ത് കൂടുതൽ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ യൂട്യൂബിൻ്റെ ഫൗണ്ടേഴ്സ് തന്നെ അതിൻ്റെ അകത്തോട്ട് വീഡിയോസ് സ്വന്തമായിട്ട് ഒരു ദിവസം തന്നെ 4-5 വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിൽഡ് ചെയ്തൊന്നൊരു സംഭവമാണ്. ഇന്ന് നമ്മൾ നോക്കുക, അവർ വിന്നേഴ്സ് ടേക്ക് ഓൾ ആണ്. അതായത് യൂട്യൂബിനെ വെല്ലാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്ന, വീഡിയോ കണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയറായിട്ട് അവർ എമേർജ് ചെയ്ത് വന്നില്ലേ. അപ്പോൾ അതേ കണക്കാണ് ഇതിൻ്റെ അകത്തുള്ള നെറ്റ്വർക്ക് എഫക്റ്റ് കാരണം വർക്ക് ചെയ്യുന്നത്. 1-2 പ്ലേയേഴ്സ് മാത്രമേ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. ആൻഡ് അവർ ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ലീഡറായിട്ട് നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നമുക്കൊരു എക്സാമ്പിൾ നമ്മുടെ നോക്കിയയുടെ സ്റ്റോറി ഉണ്ട്, ഒരു എക്സാമ്പിളൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, നോക്കിയയുടെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോക്കിയ ഫെയിലായി പോയിട്ടുള്ള കമ്പനിയാണ്. മാർക്കറ്റിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് അകത്ത് ഒരു ലീഡറായിരുന്നു നോക്കിയ. എന്തുകൊണ്ടാണ് നോക്കിയ ഫെയിലായി പോയത്? കാരണം നോക്കിയ ഫെയിലായി പോയെന്ന് പറഞ്ഞാൽ നോക്കിയ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയായിരുന്നു, അവരൊരു പ്ലാറ്റ്ഫോം ബേസ്ഡ് കമ്പനി അല്ലായിരുന്നു. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ HTC, മോട്ടറോള, സാംസങ് ഇതുപോലെയുള്ള കമ്പനീസൊക്കെ തന്നെ നമുക്കറിയാം ഒരു സമയത്ത് ഇവരെല്ലാം തന്നെ ഭയങ്കര ക്ലിക്കായിട്ടുള്ള കമ്പനീസാണ്. പക്ഷേ ഈ കമ്പനീസിൻ്റെയൊക്കെ HTCയുടെയും മോട്ടറോളയുടെയും ഇപ്പോൾ ആ ഒരു പഴയ പ്രൗഢി ഇപ്പോഴുണ്ടോ? അവർക്ക് ഇപ്പോഴും അത്ര കണ്ട് പ്രൗഢിയില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും പ്രോഡക്റ്റുകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സുകൾ എപ്പോഴും അതിനെക്കാട്ടി നല്ല പ്രോഡക്റ്റുകൾ വരുമ്പോഴത്തേക്കും അവർ ഡിസ്റപ്റ്റായി പൊയ്ക്കൊണ്ടിരിക്കും. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കും, ഈ കമ്പനീസ് ഔട്ടായി പൊയ്ക്കൊണ്ടിരിക്കും മാർക്കറ്റിൻ്റെ. അതൊരു നോർമൽ ഫിനോമിനയാണ്. ഇപ്പോൾ നമുക്കറിയാം HTC ആൻഡ് മോട്ടറോള ഇതുവരെ മൊത്തം മാർക്കറ്റിൻ്റെ ഓൾമോസ്റ്റ് 30-40% എന്തോ മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്ന് അതിനുശേഷം നമ്മുടെ സാംസങ് എന്ന് പറയുന്ന കമ്പനി വരികയും സാംസങ് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്തു. കാരണം സാംസങ് ആണ് അതിനെക്കാട്ടി നല്ല പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നത്. അതിനുശേഷം സാംസങ്ങിൽ നിന്ന് എന്ത് പറ്റുന്നു? ചൈനീസ് പ്ലെയർ വന്നിട്ട് ഇവരുടെ നിന്ന് മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുന്നു. കാരണം ചൈനീസ് പ്ലെയേഴ്സ് കുറച്ചുകൂടെ ലോ കോസ്റ്റിൽ സെയിം ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഫോൺ അടുത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ രീതിയിൽ പ്രോഡക്റ്റ് കമ്പനികൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി നല്ല പ്രോഡക്റ്റുകൾ, ഇതിനെക്കാട്ടി ലോ കോസ്റ്റിൽ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കും എപ്പോഴും. അത് അവരുടെ ആ ഒരു ബിസിനസ് മോഡലിനെ തന്നെ ഡിസ്റപ്റ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അതായത് 2005 ആ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിനൊക്കെ മുമ്പോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിലൊക്കെ നമ്മുടെ മൊബൈൽ ഫോണുകളുടെ അകത്ത് വന്നുകൊണ്ടിരുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സിംബിയൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഈ സിംബിയൻ സോഫ്റ്റ്വെയർ അന്ന് ആൻഡ്രോയിഡ് കാര്യങ്ങളൊന്നുമില്ല, സിംബിയൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ സിംബിയൻ സോഫ്റ്റ്വെയർ പല കമ്പനീസ്, അതായത് ഇപ്പോൾ നോക്കിയ സിംബിയൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ മോട്ടോറോള സിംബിയൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു, HTC ഒരു എക്സാമ്പിൾ പറയാണ്. അവരൊന്നും ആ സമയത്ത് സിംബിയൻ ഉപയോഗിച്ചോ ഇല്ല എന്നുള്ളതല്ല, നോക്കിയുടെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഈ പർട്ടിക്കുലർ 4 കമ്പനീസ് സിംബിയൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണ്. ആൻഡ് ഈ 4 കമ്പനീസും അവരുടെ ആ പർട്ടിക്കുലർ ഫോണിൽ ഉപയോഗിക്കുന്ന സിംബിയൻ സോഫ്റ്റ്വെയറിന് വളരെയധികം അവരതിൻ്റെ അകത്ത് കോഡ് റൈറ്റിംഗ് നടത്തിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള യൂസിന് വേണ്ടിയിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അവരുടെ ഫോണിലത്തേക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്താണ് ഉപയോഗിക്കണം. അപ്പോൾ എന്ത് പറ്റുന്നു, ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പർ ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ നടത്തുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് ഒരാൾ കണ്ടുപിടിക്കണം. ആ ഒരു ആപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം അയാൾ ആ ആപ്പിനെ എന്ത് ചെയ്യുന്നു, ഈ പർട്ടിക്കുലർ മൊബൈലുകളിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൊബൈൽ കമ്പനികളെ സമീപിക്കണം. അതായത് ഓരോ കമ്പനീനെയും സമീപിക്കണം. ആദ്യം നോക്കിയുടെ അടുത്ത് പോയി പറയണം, ഞാൻ ഇങ്ങനെ ഒരു ആപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്, എൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷന് എന്താ പറയുക, നിങ്ങളുടെ സോഫ്റ്റ്വെയറായിട്ട് ഇതിനെ മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കോഡ് കാര്യങ്ങളൊക്കെ തരണം. അത് മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് എടുക്കണമെന്ന് ആദ്യം നോക്കിയനെ പോയി സമീപിക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് HTCനെ പോയി സമീപിക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത പ്ലെയറിനെ പോയി സമീപിക്കണം. ഇതേ കണക്ക് മാർക്കറ്റിൻ്റെ അകത്ത് എത്ര പ്ലെയർ ഉണ്ടോ, 10-30 ഫോൺ മാനുഫാക്ചേഴ്സ് ആണ്. ഇതിൻ്റെ എല്ലാ ഫോൺ മാനുഫാക്ചേഴ്സിനും പോയിട്ട് ഇതേ കണക്ക് സമീപിക്കേണ്ടി വരും. കാരണം ഇവരെല്ലാവരും യൂസ് ചെയ്യുന്ന ഈ സിംബിയൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒറ്റ സിംഗിൾ സോഫ്റ്റ്വെയർ അല്ല, മറിച്ച് അതിന് പല ആൾക്കാരും അവരുടേതായിട്ടുള്ള ആവശ്യത്തിൻ്റെ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഒപ്റ്റിമൈസേഷൻ കാരണം ആപ്പ് ഡെവലപ്പേഴ്സിന് ഇതൊരു വലിയൊരു എന്താ പറയുക, ഒരു വയ്യാവേലിയാണ്. കാരണം ഇത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പല കമ്പനീസിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാവരുടെ അപ്രൂവൽ എടുത്താൽ മാത്രമേ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ത് പറ്റുന്നു, സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരാൾ ആപ്പിൾ എന്ന് പറയുന്ന സംഭവം അത് കണക്ക് തന്നെ iOS, അതായത് അവരുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് iOS കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ആൻഡ് ഈ iOS ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതിനൊരു പ്ലാറ്റ്ഫോമായിട്ട് എമർജ് ചെയ്ത് വരുന്നത് ഞങ്ങളുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും, അതായത് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഒരു ഒപ്റ്റിമൈസേഷൻ മതി. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഒരു ആപ്പ് ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഈ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആയിരിക്കും ഞങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അത് എല്ലാ പ്രോഡക്റ്റുകളിലും കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നു. അതേ കണക്ക് തന്നെ ഗൂഗിൾ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഗൂഗിൾ എന്ത് ചെയ്യുന്നു, ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സംഭവം ലോഞ്ച് ചെയ്യുന്നു. ആൻഡ്രോയിഡ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാ ഫോൺ മാനുഫാക്ചേഴ്സും ഈ ഒരു പർട്ടിക്കുലർ സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആപ്പ് ഡെവലപ്പേഴ്സ് അവരുടെ ആപ്പുകൾ ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കും. അത് എല്ലാ കമ്പനീസിനും ത്രൂ ഔട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ കമ്പനീസിൻ്റെ മൊബൈൽ ഫോൺ വഴിയിട്ടും ഡൗൺലോഡ് ചെയ്തിട്ട് അത് എന്താ പറയുക, അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒപ്റ്റിമൈസേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. അതിൻ്റെ നോക്കിയ ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷനെ എതിർക്കുകയാണ്. നോക്കിയ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സാധനത്തിലോട്ട് മാറുന്നില്ല. പക്ഷേ മറ്റ് കമ്പനീസ് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻ്റ് അകത്തോട്ട് മാറുകയാണ്. സാംസങ് പോലെയുള്ള കമ്പനീസ് അതിലോട്ട് മാറുകയും ആൻഡ് സാംസങ് ഒക്കെ നെക്സ്റ്റ് ലീഡറായിട്ട് എമർജ് ചെയ്തു. ആൻഡ് നോക്കിയ ഈ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ നിന്ന് ഔട്ടായി പോകുന്നു. കാരണം അവിടെ ആക്ച്വൽ വിന്നർ സാംസങ് അല്ല. അവിടുത്തെ ആക്ച്വൽ വിന്നർ എന്ന് പറയുന്നത് iOSഉം ആൻഡ്രോയിഡും എന്ന് പറയുന്ന 2 പ്ലാറ്റ്ഫോമുകളാണ് ആ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ നോക്കിയനെ ഡിസ്റപ്റ്റ് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രോഡക്റ്റ് അല്ല, പ്രോഡക്റ്റിന് ഇവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അവിടെ ആ പ്ലാറ്റ്ഫോമാണ് എമർജ് ചെയ്ത് വന്നത്. പ്രോഡക്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ആ പ്ലാറ്റ്ഫോം നിലനിൽക്കും. ആൻഡ് ആ പ്ലാറ്റ്ഫോം ഇപ്പോൾ എമർജ് ചെയ്ത് വന്ന ആൻഡ്രോയിഡും അതേ കണക്ക് തന്നെ iOS, ഈ 2 പ്ലാറ്റ്ഫോമുകൾ എമർജ് ചെയ്ത് വരുന്നു. അവർ നിലനിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവരിനി ഒരിക്കലും ഔട്ടായി പോകത്തില്ല. കാരണം അവരത്ര കണ്ട് ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. അവർ ക്രിട്ടിക്കൽ മാസ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. അവർക്ക് ആ ഒരു നെറ്റ്വർക്ക് എഫക്റ്റ് ബിൽഡായി കഴിഞ്ഞു. ഇനി അവർ ഇതിൻ്റെ അകത്തുനിന്ന് ഔട്ടായി പോകത്തില്ല. ആക്ച്വലി സാംസങ്ങും ഇതിൻ്റെ അകത്തൊരു ലൂസിങ് പ്ലെയറാണ്. സാംസങ്ങിന് ആക്ച്വലി ഈ ആൻഡ്രോയിഡ് പോലെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സാംസങ് ഔട്ടായി പോകത്തില്ല. സാംസങ് ഒരു പക്ക പ്ലെയർ ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. സാംസങ് യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇവർ ആൻഡ്രോയിഡ് യൂസ് ചെയ്യാതെ ഇനി ഒരു പുതിയൊരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് എത്ര ആപ്പ് ഡെവലപ്പേഴ്സ് അവരുടെ ആപ്പുകൾ ഉണ്ടാക്കുകയും അത് കണക്ക് എത്ര ആൾക്കാർ ഇതിനെ അഡോപ്റ്റ് ചെയ്തെടുക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആക്ച്വലി അവർ അന്നൊരു പ്രോഡക്റ്റ് സാംസങ് തന്നെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് ഈ ഒരു സെയിം ഐഡിയോളജി വഴിയിട്ട് അവർക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവരൊരു വലിയ പ്ലെയർ ആയിട്ട് മാറിയത്. പക്ഷേ ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് ആണ് ഇപ്പോൾ അതിൽ ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻ്റ് അകത്ത് ഏറ്റവും വലിയൊരു പ്ലെയർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ അകത്തുനിന്ന് കമ്പനീസിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരൊരു കാറ്റഗറി ലീഡറാണോ നോക്കുക. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഒരു കാറ്റഗറി അല്ല, പല കാറ്റഗറി ഉണ്ട്. ഓരോ ചെറിയ കാര്യത്തിനും ഒരു കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം കല്യാണ ബ്രോക്കിംഗ്, ഷാദി.com, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമ്പനീസ് അതിൻ്റെ അകത്ത്, മാട്രിമോണി.com ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പനീസ് അതിൻ്റെ അകത്ത് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ,
ഇനി അതല്ല, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് വേണം, റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്ലാറ്റ്ഫോം കാണും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഡ് കാറുകൾ വിൽക്കണോ, യൂസ്ഡ് കാറുകൾ മേടിക്കണോ, അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതല്ല, സെക്കൻഡ് ഹാൻഡ് നിങ്ങൾ മേടിച്ച എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കണോ, മൊബൈൽ കാര്യങ്ങളൊക്കെ വിൽക്കണോ, OLX പോലെയുള്ള അതിന് വേണ്ടിയിട്ട് മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോരോ പർട്ടിക്കുലർ സെഗ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന പ്ലെയർ ആ പർട്ടിക്കുലർ സെക്ടറിൻ്റെ അകത്തുള്ള ലീഡർ ആണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് പ്ലെയർ, തേർഡ് പ്ലെയർ ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. ഇതിൻ്റെ അകത്ത് ലീഡർ ആയിരിക്കും ഏറ്റവും കൂടുതൽ കാലം സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ലീഡറാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ലീഡർ ആയിരിക്കും എപ്പോഴും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിലിറ്റിയിലോട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ സെക്കൻഡ് പ്ലെയർ എപ്പോഴും ആ ഒരു ഫസ്റ്റ് പ്ലെയറിൻ്റെ പൊസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ പൈസ നഷ്ടപ്പെടുത്തി കൂടുതൽ പരസ്യങ്ങൾ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരിൽ കൂടുതൽ വെൽത്ത് ക്രിയേഷൻ നടക്കത്തില്ല, മറിച്ച് ലീഡറായിരിക്കും ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കമ്പനി ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനകത്തുള്ള ലീഡർ ആണോ എന്നാണ് നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ റവന്യൂ മോഡൽ എന്താണ്, അവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോം, യൂട്യൂബ് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? അതിൻ്റെ അകത്ത് ആൾക്കാർ അവരുടേതായിട്ടുള്ള പരസ്യങ്ങൾ കൊടുക്കും, ആഡ്സ് കൊടുക്കും. ആൻഡ് ഈ ആഡ്സിൽ നിന്ന് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് അവർ റവന്യൂ അവരുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സുമായിട്ട് ഷെയർ ചെയ്യും. ആൻഡ് ബാക്കി ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് റവന്യൂ അവർ തന്നെ വെച്ചേക്കും. ആൻഡ് ഈ ആഡ്സ് കാണുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കണം. ആൻഡ് ഈ സബ്സ്ക്രിപ്ഷൻ കാരണം തന്നെ അവർക്ക് അവരുടെ റവന്യൂ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് സബ്സ്ക്രിപ്ഷൻ മോഡൽ, ആഡ് റവന്യൂ മോഡൽ, ഇങ്ങനെ പല രീതിയിലുള്ള മോഡലുകളായിട്ട് നമുക്ക് ഈ ഒരു ഇവരുടെ ഈ ഒരു റവന്യൂവിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ടൈപ്പ് റവന്യൂ മോഡലാണ് ഇവർ ഫോളോ ചെയ്യണമെന്ന് നോക്കണം. ആൻഡ് കസ്റ്റമർ റിട്ടൻഷൻ നോക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ shaadi.com, അതല്ലെങ്കിൽ matrimony.com ഇതുപോലുള്ള വെബ്സൈറ്റുകളൊക്കെ നമ്മൾ നോക്കുക. ഈ വെബ്സൈറ്റിൽ ഒരിക്കൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ അതിൻ്റെ കസ്റ്റമർ അല്ല, പിന്നെ അയാൾ ആ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ യൂസർ അല്ല. പക്ഷേ അതേ സമയത്ത് യൂട്യൂബ് അങ്ങനെയാണോ? നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ്, അല്ലാതെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് കളഞ്ഞിട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ അതേ കണക്ക് നമ്മുടെ കസ്റ്റമർ റിട്ടൻഷൻ എത്രമാത്രം തരുന്ന ഒരു ബിസിനസ് മോഡലാണെന്ന് നോക്കുക. അതായത് പിന്നെയും ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കണം, അല്ലാതെ അവരുടെ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് കളഞ്ഞിട്ട് പോകുന്ന ടൈപ്പ് ബിസിനസ് മോഡൽ അത്ര കണ്ട് ലോങ് ടൈമിലത്തേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലായിട്ട് തോന്നുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലെ അവരും വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും നല്ല ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് റിക്കറിംഗ് ആയിട്ടുള്ള റവന്യൂ മോഡൽ ഉണ്ടായിരിക്കുന്ന ബിസിനസ്സുകളാണ് ഏറ്റവും നല്ല ബിസിനസ് മോഡൽ. കാരണം അവിടെയാണ് ആക്ച്വലി ആ ഒരു നെറ്റ്വർക്ക് എഫക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും കല്യാണം കഴിക്കാവുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നില്ല. അപ്പോൾ എപ്പോഴും അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഉള്ള എത്ര യുവാക്കളാണോ അതിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് അല്ല അവർക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ യൂട്യൂബിന് അങ്ങനെയാണോ? അങ്ങനെ അല്ല. യൂട്യൂബ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് ഓരോ ആൾക്കാരിനും അവരിൽ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഇതിങ്ങനെ ഒരു കോമ്പൗണ്ടിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരാൾക്കാർ മരിക്കുന്നത് വരെ അയാൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ കസ്റ്റമർ ആയിട്ട് തന്നെ നിലനിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതേ കണക്ക് റിക്കറിംഗ് ആയിട്ടുള്ള റവന്യൂ മോഡൽസ് ഉള്ള കമ്പനീസ്, അത് മാത്രമല്ല കസ്റ്റമറിൻ്റെ റിട്ടൻഷൻ റേറ്റ് ഏറ്റവും കൂടുതലുള്ള കമ്പനീസ്, ഇതുപോലുള്ള കമ്പനീസൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പനീന് കൃത്യമായിട്ടൊരു മോട്ട് ഉണ്ടായിരിക്കണം. മോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക് എഫക്റ്റ് തന്നെയാണ്. അല്ല, നമ്മൾ ഒരു കമ്പനി ഒരു പ്ലാറ്റ്ഫോം ബിസിനസ്സാണ്, അതിൻ്റെ അകത്തൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, അതൊരു ആമസോൺ പോലെയുള്ള കമ്പനിയാണ്. അതിൻ്റെ അകത്തായിരിക്കണം ഏറ്റവും കൂടുതൽ കമ്പനീസ് അവരുടെ പ്രോഡക്റ്റുകൾ കൊണ്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ആ പ്രോഡക്റ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ കമ്പനീസിൻ്റെ ആ പ്രോഡക്റ്റ് എഗെയിൻ ഇവിടെ തന്നെ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു മോട്ടുള്ള ബിസിനസ് ആയിരിക്കണം. പിന്നെ മാത്രമല്ല ഇവർക്ക് കൃത്യമായിട്ട് ഇവരുടെ ബ്രാൻഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം. മാർക്കറ്റിൻ്റെ അകത്ത് ഇന്നൊരു പേര് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് ഇന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ബ്രാൻഡ് നല്ല രീതിയിൽ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആയിരിക്കണം. മാത്രമല്ല ഇതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാർക്കും അതേ കണക്ക് തന്നെ പ്രോഡക്റ്റ് കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിലും പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിലും അവർക്കൊരു സ്വിച്ചിങ് കോസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഈ കമ്പനി കൊടുക്കുന്ന സർവീസ് മറ്റൊരിടത്തും കിട്ടത്തില്ല. നിങ്ങളുടെ ഇവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് മറ്റൊരിടത്തോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇനി ഈ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു സ്വിച്ചിങ് കോസ്റ്റ് ഉണ്ടായിരിക്കണം. ആ സ്വിച്ചിങ് കോസ്റ്റ് വളരെയധികം നിങ്ങളെ ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ, നമ്മൾ ഒരിക്കലും ഒരു ഐഫോൺ മേടിച്ചു കഴിഞ്ഞു. ആ ഐഫോൺ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ എന്താ പറയുക, നമ്മളൊരു പുതിയ ആൻഡ്രോയിഡ് ഫോൺ മേടിക്കാൻ വേണ്ടി ചിന്തിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫറിങ് ആണ്. നമുക്ക് ഈ ആപ്പിളിൽ നിന്ന് നമ്മുടെ ഓൾറെഡി ഉള്ള ഡാറ്റാസ് കാര്യങ്ങളെല്ലാം തന്നെ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ ഐഫോൺ നമ്മൾ ഒരിക്കൽ മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ഹെഡ്ഫോൺ കൂടെ മേടിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു എയർപോഡ് കൂടെ മേടിക്കുകയാണെന്ന് വിചാരിക്കുക. എയർപോഡ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും?
ആ എയർപോഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പുതിയ ആൻഡ്രോയിഡ് ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ എയർപോഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം നിലനിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അടുത്ത പ്രാവശ്യം മേടിക്കുന്നതും ആപ്പിളിൻ്റെ തന്നെ ഫോണായിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മൾ ആപ്പിൾ ഫോണിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു മാക് ബുക്ക് കൂടെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആ മാക് ബുക്ക് ഉള്ളതുകൊണ്ട് നമ്മളിനി ആൻഡ്രോയിഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഈ രീതിയിൽ ഒരു സ്വിച്ചിങ് കോസ്റ്റ്, അതൊരു പ്ലാറ്റ്ഫോം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അല്ലാതെ അതിൻ്റെ അകത്തുനിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ടൈപ്പ് ബിസിനസ് മോഡൽ ആവാൻ പാടരുത്. അതിൻ്റെ അകത്ത് തന്നെ ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ മാർജിൻസിൽ, ഇപ്പോൾ ആ തുടക്ക കാലഘട്ടത്തിൽ ഒരു കമ്പനീസ് ഇതിൻ്റെ അകത്ത് മാർജിൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ അഡ്വർടൈസിങ് കോസ്റ്റുകളൊക്കെ വളരെ കൂടുതലായിരിക്കും. പക്ഷേ പിന്നീട് മുന്നോട്ട് പോകാൻ നേരത്ത് അവർക്ക് ആ മാർജിൻസ് ഗ്രോ ചെയ്തെടുക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കണം. അല്ലാതെ അതിൻ്റെ അകത്ത് ഒരുപാട് ക്രോസ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. ഈ രീതിയിൽ ക്രോസ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ടാക്കിൾ ചെയ്ത് അവർക്ക് മാർജിൻസ് കൂട്ടാൻ പറ്റണം. ആൻഡ് ഇതൊരു വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡൽ ആയിരിക്കണം. അതിൻ്റെ അത് സ്കെയിലബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് മോഡൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു, ആൻഡ് ആ ബിസിനസ് മോഡൽ നമുക്കൊരു നമ്മുടെ സിറ്റിക്കകത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ അകത്തുനിന്നോ വെളിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇന്ത്യ മൊത്തം ആൾക്കാർ അതിന് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതൊരു സ്കെയിലബിൾ ആയിട്ടുള്ള ബിസിനസ് മോഡൽ ആയിരിക്കണം. ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനെ ടാക്കിൾ ചെയ്യുന്ന, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് മോഡൽ ആയിരിക്കണം. ഓക്കെ. ആൻഡ് നമുക്കിനി ഈ കമ്പനീസിൻ്റെ പ്രോഫിറ്റബിലിറ്റി സ്ട്രക്ചറിനെ കൂടെ ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആഡിൻ്റെ സ്പെൻഡ് കുറയാൻ നേരത്ത്, അതായത് ഒരു ക്രിട്ടിക്കൽ മാസ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്ത് പിന്നീട് അവർക്ക് കൂടുതൽ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരേണ്ട ബുദ്ധിമുട്ടുണ്ടായിരിക്കത്തില്ല. ആ സമയത്ത് കമ്പനിയുടെ എന്ത് പറ്റുന്നു, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറയുകയും അതിനനുസരിച്ചിട്ട് കമ്പനീസ് കൂടുതൽ പ്രോഫിറ്റ് കാണിച്ചു വയ്ക്കാനും ശ്രമിക്കുകയും ചെയ്യും. അതിനനുസരിച്ച് ആ സമയത്താണ് ഈ കമ്പനീസിൻ്റെ ആക്ച്വൽ റിട്ടേൺസ് സ്റ്റാർട്ട് ആകുന്നത്. നമ്മളിപ്പോൾ സൊമാറ്റോ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഈ ഫേസിലാണ് നിൽക്കുന്നത്. അവർ ആക്ച്വലി നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ കൂടുതൽ അവരുടെ കോസ്റ്റുകൾ കുറയ്ക്കാനും നല്ല രീതിയിൽ തന്നെ അവർ പ്രോഫിറ്റബിലിറ്റി ഫോക്കസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രോഫിറ്റബിലിറ്റി ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് അവരിൽ മൾട്ടി ബാഗ് റിട്ടേൺസുകൾ ഉണ്ടായി കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ക്രിട്ടിക്കൽ മാസ് അക്യുമുലേറ്റ് ചെയ്യപ്പെട്ട കമ്പനീസ്, ക്രിട്ടിക്കൽ മാസ് ഓൾറെഡി ഉള്ള കമ്പനീസ് ഇനി അവർ അവരുടെ ആഡിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര ശ്രമിക്കുന്നുണ്ട്, എത്ര ഉണ്ട് ഒരു പ്രോഫിറ്റബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ അവരുടെ കോൺഫറൻസ് കോളുകൾ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ നേരം, ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ വായിക്കാൻ നേരത്തൊക്കെ നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ പ്രോഡക്ട്സ്. ഇവർ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ടോ, അതിൻ്റെ അകത്ത് പ്രോഡക്ട്സുകളുടെ അകത്തും അവർ ക്രോസ് സെല്ലിംഗ് ഒക്കെ നടത്തുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ആമസോൺ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം. ആമസോൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അവർ ക്രോസ് സെല്ലിംഗ് വലിയ രീതിയിൽ നടത്തുന്നുണ്ട്. പുതിയ പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് ക്രോസ് സെല്ല് ചെയ്യാണ്. എങ്ങനെയാണ് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് ക്രോസ് സെല്ല് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ ആമസോണിൻ്റെ കൂട്ടത്തിൽ തന്നെ ആമസോൺ പ്രൈം എന്ന് പറയുന്ന ഒരു വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം കൂടെ ലോഞ്ച് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ബെനിഫിറ്റുകൾ കിട്ടും. അപ്പം പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഇതിന് ക്രോസ് സെല്ല് ചെയ്യാണ്. നിങ്ങൾ ഇവിടെ പ്രീമിയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പ്രീമിയം മെമ്പർഷിപ്പ് കിട്ടും, നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണെന്ന് പറഞ്ഞിട്ട് ക്രോസ് സെല്ലിംഗ് നടത്തുകയാണ്. അതല്ലെങ്കിൽ മറ്റ് പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് ആമസോൺ പേ ലേറ്റർ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപയുടെ ലിമിറ്റ് ആമസോണിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൈസ ഇവിടെ കിട്ടുന്നതാണ്. ആൻഡ് ഈ പൈസ വെച്ച് നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അതിൻ്റെ പൈസ നിങ്ങൾക്ക് ശമ്പളം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഇത്ര ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് തിരിച്ചടച്ചാൽ മതിയാണ്. ആ രീതിയിൽ പ്രോഡക്റ്റുകൾ ക്രോസ് സെല്ല് ചെയ്യുന്നു. പിന്നെ മാത്രമല്ല, നിങ്ങൾ ഇന്ന ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ ആമസോണിൻ്റെ തന്നെ ICICI ടൈപ്പ് ഉണ്ട്. ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റിനും 5% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുകയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഇതിനെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറയുന്നത് മേക്ക് മെനി സെൽ മെനി എന്ന് പറഞ്ഞ നേരത്തെ ആദ്യം പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ കാര്യമുണ്ടല്ലോ, അത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ മോഡലാണ്. അതായത് ഒരു പ്ലാറ്റ്ഫോം ഒരിക്കൽ അവരെ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പല പല പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ പറ്റും. ഈ പല പല പ്രോഡക്റ്റുകൾ പല രീതിയിൽ സെല്ല് ചെയ്ത് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വാട്സപ്പ് എന്തിനാണ് റീസെൻ്റ്ലി വാട്സപ്പ് പേ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്? അതെല്ലാം തന്നെ ഇതേ കണക്കൊരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് അവർ പ്രോഡക്റ്റുകൾ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാണ്, ക്രോസ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഫോൺ പേ ഒരു പ്ലാറ്റ്ഫോമാണ്. ഫോൺ പേക്കകത്ത് നമ്മൾ നോക്കാൻ നേരത്ത് അവർ പുതിയ പുതിയ ഇൻഷുറൻസുകൾ ലോഞ്ച് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വഴിയിട്ട് ഇൻഷുറൻസ് മേടിക്കാൻ പറ്റും, ഇതിൻ്റെ അകത്ത് വഴിയിട്ട് ക്രെഡിറ്റ് കാർഡുകൾ മേടിക്കാൻ പറ്റും. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യണം. ഒരു പ്രാവശ്യം ഒരു ക്രിട്ടിക്കൽ മാസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കൃത്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എഫക്റ്റ് ഉള്ള ഒരു കമ്പനി ക്രിട്ടിക്കൽ
മാസം അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പല രീതിയിലുള്ള ക്രോസ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് എമർജ് ചെയ്ത് വരികയാണ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് പല കമ്പനീസിലും ആഡ് റവന്യൂസ് ആയിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പല കമ്പനീസിനും ആഡ് റവന്യൂസ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സൊമാറ്റോ പോലെയുള്ള എന്ത് പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിൻ്റെ അകത്ത് ആൾക്കാർ വരാൻ നേരത്ത് ആ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആഡുകൾ അവർ കാണിക്കുന്നതാണ്. ആൻഡ് ആ ആഡിൻ്റെ റവന്യൂസ് ഈ പർട്ടിക്കുലർ കമ്പനീസിന് കിട്ടുന്നതാണ്. പിന്നെ മാത്രമല്ല സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ബിസിനസ് മോഡലുകൾ ഇപ്പോൾ സൊമാറ്റോ പോലെയുള്ള കമ്പനീസ് പോലും അവരും സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. 3 മാസത്തേക്ക് നിങ്ങൾ ഇത്ര രൂപ കൊടുത്ത് എനിക്ക് തോന്നുന്നു 150 രൂപയാണെന്ന് തോന്നുന്നു സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ പല ടൈപ്പ് സബ്സ്ക്രിപ്ഷൻസ് അവർ ഓഫർ ചെയ്യും. പിന്നെ പല കമ്പനീസ് വൺ ഡേ റവന്യൂ സ്ട്രക്ചറോ അല്ലെങ്കിൽ വൺ ഡേ പേ സ്ട്രക്ചേഴ്സ് ഫോളോ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഷാദി.com പോലെയുള്ള കമ്പനീസ് എനിക്ക് തോന്നുന്നു വൺ ഡേ പേ സ്ട്രക്ചറാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇത്ര നാളത്തേക്ക് ഒറ്റ പ്രാവശ്യത്തേക്ക് പേയ്മെൻറ്റ് നടത്തുക. അല്ലെങ്കിൽ ചില കമ്പനീസ് എനിക്ക് തോന്നുന്നു കല്യാണം നടക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇത്ര പേയ്മെൻറ്റ് മാച്ച് മേക്കേഴ്സ് എന്നാണ് അതിനെ ആക്ച്വലി പറയുന്നത്. ഒരു മാച്ച് അവർ മേക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു മാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര എന്താ പറയുക ഇത് കൊടുക്കുക, വൺ ടൈം പേ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പ്രോഫിറ്റബിലിറ്റി സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നതാണ് ഡേറ്റ അക്യുമുലേഷൻ ആൻഡ് യൂസിങ് ഇറ്റ്. അതായത് ഇവർക്ക് ഈ പർട്ടിക്കുലർ കമ്പനീസിന് ഈ പ്ലാറ്റ്ഫോമുകളുടെ അകത്ത് നമ്മളത് യൂസ് ചെയ്യാൻ നേരത്ത് നമ്മളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റാസ് ഈ ഒരു പർട്ടിക്കുലർ കമ്പനീസിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഡേറ്റാസ് അവർ എത്ര ആക്യുറേറ്റ്ലി യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി ഇനിയും കൂടി പോകത്തേ ഉള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആമസോണിന് അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെ ടൈപ്പ് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. അപ്പോൾ ആ പട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്ര മാസം കൂടുമ്പോഴത്തേക്കും ഡോഗ് ഫുഡ് മേടിക്കും, ഇത്ര മാസം കൂടുമ്പോഴത്തേക്കും ഞാൻ അതിന് വേണ്ടിയിട്ട് ഷാമ്പു മേടിക്കും, ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര ആഴ്ച കൂടുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ട്രീറ്റുകൾ മേടിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആമസോണിന് അറിയാൻ പറ്റും. അതിൻ്റെ ആ പർട്ടിക്കുലർ സൈക്കിൾ ആകുമ്പോഴത്തേക്കും അവർ കൂടുതൽ എന്ത് ചെയ്യുന്നു, എനിക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മുന്നിലോട്ട് പരസ്യമായിട്ട് കാണിച്ചു തരുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അവരുടെ ഫ്രണ്ടിലുള്ള ഡേറ്റാസ്, അവരുടെ കയ്യിൽ നമ്മളെക്കുറിച്ചൊരു പ്രൊഫൈൽ കാണും, നമ്മളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റ ഉണ്ടായിരിക്കും. ആ ഡേറ്റ വഴിയിട്ട് ഇവർ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക പ്രോഡക്റ്റുകൾ മുന്നിൽ കാണിച്ചു തന്ന് നമ്മൾ അതിനെ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഡേറ്റാസ് അവർ അക്യുമുലേറ്റ് ചെയ്ത ഡേറ്റാസിൻ്റെ ഒപ്റ്റിമൈസ്ലി അവർ അതിനെ യൂസ് ചെയ്യുന്ന വഴിയിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സുകൾ നോക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ അകത്ത് നോക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ നിങ്ങൾ ഇനി ഒരു കമ്പനി നോക്കാൻ നേരത്ത് ഇവർ ആ സെക്ടറിലെ ലീഡറാണോ, ഇവർ ആ സെക്ടറിൽ ഏത് ടൈപ്പ് റവന്യൂ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്, ഇവരുടെ ഒരു ക്രിട്ടിക്കൽ മാസ് അക്യുമുലേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞോ, ഇനി എങ്ങനെയാണ് ഇവരുടെ മുന്നോട്ടുള്ള പ്രോഫിറ്റബിലിറ്റിയുടെ ആ ഒരു ഗൈഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ സെക്ടറിൻ്റെ അകത്ത് എനിക്ക് ഏതൊക്കെ കമ്പനീസ് മേടിക്കാൻ പറ്റും, ഏതൊക്കെ എനിക്ക് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടെ ഓർമ്മിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റെക്കോർഡഡ് സെഷൻസ് കുറച്ച് നാളുകൂടെ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ 4-ാം തീയതിയോട് കൂടിയിട്ട് നമുക്ക് അഗൈൻ നമ്മുടെ ബാക്ക് ടു നമ്മുടെ നോർമൽ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റ് അകത്തോട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. ആൻഡ് അതുവരേക്കും ഇതുപോലെയുള്ള റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.